ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു അകലെ അകലെ ആശ്വാസം. യശശരീരനായ പ്രഗത്ഭ എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനുമായ പി പത്മരാജൻ 4 പതിറ്റാണ്ടുകൾക്ക് മുൻപെഴുതിയ നാടകത്തിന്റെ പുനരാവിഷ്കാരം. ശബ്ദം നൽകുന്നവർ സുരേഷ് ഗോപി, ജയറാം, നെടുമുടി വേണു, ആനന്ദവല്ലി, ഭാഗ്യലക്ഷ്മി, GR നന്ദകുമാർ, അമ്പിളി, ഗൌരി പി കൃഷ്ണ എന്നിവർ. സംഗീതം പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ്. സാങ്കേതിക സഹായം B. സുരേഷ് കുമാർ. സംവിധാന സഹായം M. നിസാമുദ്ദീൻ, VN ദീപ, അശ്വതി ബാലചന്ദ്രൻ. സംവിധാനം N. വാസുദേവ്. അകലെ അകലെ ആശ്വാസം. ഹലോ ഹലോ, ആരെയാണ് വേണ്ടത്? ഗേളിയോ? ആരാ സംസാരിക്കുന്നത്? ആരാണെന്ന് പറയൂ. പേടിച്ചു പോയോ? പാവം, ഗേളിയാ സംസാരിക്കുന്നത്. ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ? ഓ, അല്ലെങ്കിലും എന്നെക്കുറിച്ച് ഓർക്കാറേയില്ലെന്ന് എനിക്കറിയാം. എത്ര പെൺകുട്ടികളാ മനസ്സിൽ. അപ്പോഴേക്കും പിണങ്ങിയോ? ഓ മൈ പുവർ ഡാർലിംഗ്. സന്ധ്യയായിട്ട് പോരെ? ഉടനെയോ? അത്ര ധൃതിയോ? രവി, രവി. പേടിക്കണ്ട, അദ്ദേഹത്തിന്റെ അമ്മയാ. ദൂരെ ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലാക്കി കളഞ്ഞല്ലോ. ഓ, ഒരു മിടുക്കൻ. എനിക്കറിയാം. ആ, രവി എവിടെ? എന്താ എന്താ അമ്മ ചോദിച്ചത്? നിന്റെ ഭർത്താവിനെ കണ്ടോന്ന്? ഇല്ല, അപ്പുറത്തെങ്ങാനും കാണും. ഗളി, ഒന്ന് നിൽക്കൂ. എന്താണ്? ഇത്ര ധൃതിയിൽ എങ്ങോട്ടാ? എനിക്ക് പുറത്തേക്കൊന്ന് പോണം. ആരാണിപ്പോ ഫോൺ ചെയ്തത്? അമ്മ അറിയില്ലേ വേണുവിനെ? ഗേളി, വിവാഹത്തിന് മുൻപ് നിനക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നിരിക്കാം. വിവാഹം കഴിഞ്ഞുപോയെന്ന് പറഞ്ഞ് അവരെ ആരെയും കാണാൻ പാടില്ലേ? അടച്ചുപൂട്ടിയിരുന്ന് സന്യസിക്കണം എന്നല്ല, എങ്കിലും വൈകുന്നേരം പുറത്തു പോകുന്നതിന് നിനക്ക് കൂട്ടായി നിന്റെ ഭർത്താവുണ്ടല്ലോ. ഭർത്താവ്? കൂടുതൽ പറയാതിരിക്കുന്നതാ ഭേദം. പറഞ്ഞോളൂ, പേടിക്കണ്ട. പേടിയോ? എനിക്കോ? അതുകൊണ്ടൊന്നുമല്ല. പിന്നെ? സ്വന്തം മകന് ഭ്രാന്താണെന്ന് അന്യ ഒരുത്തി പറഞ്ഞു കേൾക്കുന്നത് ഒരമ്മയെ സഹിക്കില്ല. അപ്പോ എന്നെ വേദനിപ്പിക്കരുതെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. ഓഫ് കോഴ്സ്. അതുപോലെ രവിയോടും നിനക്ക് തോന്നാത്ത എന്താ? ഉത്തരം പറയുന്നില്ല ഞാൻ. ഓ മൈ ഗോഡ്, 5:30. എനിക്ക് നിങ്ങളോട് പ്രസംഗിച്ച് നിൽക്കാൻ സമയമില്ല. വന്നിരിക്കുന്നു. അമ്മേ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പോ ഇവിടെ പറഞ്ഞതെല്ലാം? എല്ലാം കേട്ടു. ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട മോനെ. അമ്മായിയമ്മയും മരുമകളും കൂടി ആവുമ്പോ അങ്ങനെ ചില സംസാരമെല്ലാം ഉണ്ടായെന്നിരിക്കും. അമ്മ എന്നിൽ നിന്നും സത്യം മറച്ചു പിടിക്കുന്നു. ഇല്ല മോനെ. ഇവിടെ ഇപ്പോ നടന്നത് സാധാരണ ഒരു അമ്മായിയമ്മ പോരാണെന്ന് അമ്മയോട് പറയുന്നു. പക്ഷേ സത്യത്തിലതായിരുന്നില്ലല്ലോ. രവി, അമ്മ വിഷമിക്കാതിരിക്കണം. ഗേളി ഒരു പ്രത്യേക ടൈപ്പാ. അവൾ ഇതേവരെ വളർന്നത് വേറൊരു ലോകത്താ. ക്ലബും ടെന്നീസും പാർട്ടികളും ഒന്നുമില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല. നിനക്കതൊന്ന് വിലക്കിക്കൂടെ? അതുകൊണ്ട് വിശേഷമില്ല. അമർത്തി വെക്കുന്തോറും അവളുടെ പ്രതിഷേധത്തിന് ആക്കം കൂടുകയുള്ളൂ. എല്ലാം കൂടെ ഒന്നിച്ച് പൊട്ടിത്തെറിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അമ്മേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആളിക്കത്തലുകൾ? യെസ്, കമ്മിങ്.
എനിക്കിതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യ. ഭർത്താവ് ഇവിടെ ഇരിക്കുമ്പോ വേറൊരുത്തന്റെ കൂടെ പോകുന്ന ഒരു ഭാര്യയും. അമ്മയുടെ വിധിയാണിത്. മകനിൽ നിന്നുള്ള നിരാശ, മകന്റെ ഭാര്യയിൽ നിന്നുള്ള അവഗണന, ഭർത്താവിൽ നിന്നുള്ള ക്രൂരത. പാപമ്മ. രവി, ഞാൻ പുറത്തേക്ക് പോവുകയാണേ. ഒരു ഫിലിമിന് പോവുക. ചോദിച്ചില്ല. ചോദിക്കില്ലെന്ന് എനിക്കറിയാം. അതാണല്ലോ അങ്ങോട്ട് പറഞ്ഞത്. നീ തനിച്ചാണോ പോകുന്നത്? അല്ല, ഒരു ഫ്രണ്ട് കൂടിയുണ്ട്. വേണുവോ? അതെ, ഹീസ് വെയിറ്റിംഗ്. ഞാൻ പോട്ടെ. ആരും പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. വേണു, ഇവിടെ നിന്ന് ഞാൻ ഇനി പോവുകയില്ല. ഐ ലവ് യു സോ മച്ച്. എന്ത് പറഞ്ഞാലും ഒരു തമാശ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഭർത്താവിനോടൊത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് പോവുകയില്ല എന്ന് പറയുന്നതും കേട്ടുകൊണ്ട് എങ്ങനെ ചിരിക്കാതിരിക്കും? ശരിയാണ്, ഞാൻ ഭ്രാന്ത് പറയുന്നു. എനിക്ക് മടങ്ങിപ്പോയേ ഒക്കൂ. അതിനിത്ര വിഷമം എന്ത്? നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. എന്റെ ഭർത്താവിന്റെ വീട് എന്റെ തടവ് മുറി. പെൺകുട്ടികൾ കരയുന്നത് കണ്ട് കൂടെ കരയാൻ തക്ക ഒരു മടയനല്ല ഞാൻ. എങ്കിലും കരയരുതെന്നുണ്ട്, പക്ഷെ കരഞ്ഞു പോകുന്നു. എന്തിന്? എനിക്ക് നിശ്ചയമില്ല. വിവാഹത്തിന് ശേഷം ഇന്നാണ് ഇത്ര സ്വാതന്ത്ര്യത്തോടെ എനിക്ക് എന്റെ വേണുവിനെ കിട്ടുന്നത്. 2 വർഷം എന്റെ ജീവിതം അനാഥമായി പോയി. രവിക്ക് എന്താണ് ഒരു കുറവ്? എനിക്ക് അതാണ് മനസ്സിലാകാത്തത്. ഒരു വലിയ വീട്, കാറ്, വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഫ്രിഡ്ജും റേഡിയോഗ്രാമും എല്ലാം ഉണ്ട്. പക്ഷെ അയാൾക്ക് ഭ്രാന്താണ് വേണു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആരും വിശ്വസിക്കില്ല. പരിശോധിച്ചു നോക്കി സൈക്യാട്രിസ്റ്റ് പോലും പറയുന്നു കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷേ എനിക്ക് മാത്രം അറിയാം. നിന്നോട് സ്നേഹമില്ലേ? സ്നേഹം? അയാൾ എന്നോട് മിണ്ടാറ് തന്നെ ഇല്ല. ആവശ്യമുള്ളതെല്ലാം അമ്മയോട് പറയും. നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് റിസൈൻ ചെയ്ത് വന്നിട്ട് കൂടി അവർ സമ്മതിക്കുന്നില്ല മകന് ഭ്രാന്താണെന്ന്. ജോലി രാജി കൊടുത്തതിന് വേറെന്തെങ്കിലും കാരണം ഉണ്ടായിക്കൂടെ? റബ്ബിഷ്. ഒറ്റ കാരണമേ ഉള്ളൂ. അയാളുടെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും ജനാലയം തുറന്നിട്ട് ഈസി ചെയറിൽ പുറത്തേക്ക് നോക്കിക്കിടക്കും. ഞാൻ എന്ത് ചെയ്യുന്നതിന് ഒരെതിരുമില്ല. ഞാനിവിടെ ആരുമല്ല. ഒരുങ്ങിക്കെട്ടി സമയത്തിന് ഊണും കഴിച്ച് സുഖമായി ഉറങ്ങുന്ന ഒരു വളർത്തുകിളി. ഗളി കരയാതെ. നിന്റെ വിവാഹ ജീവിതം ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. എങ്ങനെ അറിയാൻ? എന്റെ വിവാഹം നടക്കുന്നതിന് മുമ്പല്ലേ വേണു സ്ഥലം വിട്ടത്. ക്ഷണക്കത്ത് അയക്കാൻ വേണ്ടി കൽക്കത്തയിലെ അഡ്രസ് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ബുദ്ധിമുട്ടിയെന്നറിയോ? എന്നിട്ടൊരു ടെലിഗ്രാം പോലും അയക്കാൻ മനസ്സുണ്ടായില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നില്ല. അന്ന് ഞാൻ പാരീസിലായിരുന്നു. മടങ്ങി വന്നപ്പോ കത്ത് കിട്ടി. എന്നിട്ടൊരു കത്തയക്കാൻ തോന്നിയില്ലല്ലോ. പല ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും പഴയ സുഹൃത്തുക്കൾ കത്തയക്കുന്നത് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് മാത്രമാണ്. എല്ലാം പോട്ടെ, എനിക്കെന്റെ വേണുവിന് തിരികെ കിട്ടിയല്ലോ. അത് മതി, അത് മാത്രം മതി. ഇനി ഞാൻ എങ്ങും വിടില്ല. വിട്ടാലും ഞാൻ പോവില്ല. നീ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിറ്റിയിലേക്ക് മാറ്റം വാങ്ങിച്ചു വന്നത്. നിന്നെ കാണാനില്ലാതെ ഞാൻ എത്ര വിഷമിച്ചുവെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കൂടി സാധിക്കില്ല. കള്ളം. എങ്കിൽ ഞാൻ പറയുന്നില്ല. നിനക്കെന്നോട് സ്നേഹമില്ലെന്ന് എനിക്കറിയാം. അതല്ലേ പറയുന്ന ഒന്നും വിശ്വസിക്കാത്തത്? സ്നേഹമില്ലാത്തോണ്ടാണോ സിനിമയ്ക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു അവിവാഹിതൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവിടെ വന്ന് കയറിയത്? മൈ ഗുഡ്നസ്, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. മണി 9:45. സിനിമ തീരേണ്ട സമയമായി കാണും. വിൽ ഗോ. എനിക്ക് പോവാനേ തോന്നുന്നില്ല. ഇനിയും വരാലോ. ഇത് ഗേളിയുടെ കൂടെ വീടാണ്, ഞാൻ പറഞ്ഞില്ലേ. എനിക്കത് മാത്രം മതി, അത് മാത്രം. നിങ്ങളാണ് ഇതിനൊക്കെ കാരണക്കാരൻ. എന്നെ നശിപ്പിച്ചിട്ട് മതിയായില്ല. എന്റെ മകനെയും നിങ്ങൾ നശിപ്പിച്ചു.
തൃപ്തിയായല്ലോ. എന്താണൊന്നും മിണ്ടാതിരിക്കുന്നത്? നീ ആ സിഗരറ്റിംഗ് എടുക്കാനാണ് പറഞ്ഞത്. അനുസരിക്കുന്നുണ്ടോ? അനുസരണ 32 വർഷമായി ആജ്ഞാപിക്കുന്നത് കേട്ട് അനുസരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടിപ്പോ എതിര് പറയണമെന്നുണ്ടെങ്കിലും അറിയാതെ അനുസരിച്ചു പോകുന്നു, മനസ്സോടെയല്ല. ഇതാ സിഗരറ്റ്. ഭാരതി, നീ മാത്രമല്ല, ആരും എന്നോട് എതിർത്ത് സംസാരിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അതാണോ നിങ്ങളുടെ മിടുക്ക്? അതാണ് എന്റെ വ്യക്തിത്വം. അതിനെക്കുറിച്ച് അധികം പറയാതിരിക്കുന്നതല്ലേ നല്ലത്. ഓ, ഞാൻ എലിസബത്തിന്റെ വീട്ടിൽ പോകുന്നതിനെ കുറിച്ചാണോ നീ സൂചിപ്പിക്കുന്നത്? അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കും. അതെന്റെ മാന്യതയുടെ ഒരു ഭാഗം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാര്യ ജീവിച്ചിരിക്കെ മറ്റൊരു സ്ത്രീയുമായി രഹസ്യവേഴ്ച നടത്തുന്നതാണ് മാന്യത. ഒരുപാട് ആണുങ്ങളുടെ കൈമറിഞ്ഞു വന്ന ഒരു പെണ്ണിനെ പിടിച്ച് സ്വന്തം മകന്റെ തലയിൽ കെട്ടിവയ്ക്കുന്നതാണ് വ്യക്തിത്വം. ഭാരതി, നീ കുറച്ചധികമാകുന്നു. ഇത്രയും നാൾ എല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതെയിരുന്നു. ഇനി എനിക്കത് വയ്യ. നിനക്ക് ഭ്രാന്താണ്. എനിക്കും എന്റെ മകനും ഭ്രാന്ത്. നിങ്ങൾക്കും നിങ്ങളുടെ മരുമകൾക്കും മാത്രം ബുദ്ധി. ആ, നീ സത്യം മനസ്സിലാക്കി നടുങ്ങുന്നു. ഗേളി ഇപ്പോൾ എവിടെ പോയിരിക്കുന്നെന്ന് അറിയാമോ? അന്വേഷിക്കേണ്ട കാര്യമില്ല. അവൾക്ക് വളർച്ചയുണ്ട്, ബുദ്ധിയുണ്ട്, മോഡേൺ സൊസൈറ്റിയെക്കുറിച്ച് ശരിക്കും ബോധ്യമുണ്ട്. മോഡേൺ സൊസൈറ്റി എല്ലാ വൃത്തികേടുകളും നിങ്ങൾ കാണിച്ചോളൂ, പക്ഷേ ന്യായീകരിക്കരുത്. രവിയെക്കൊണ്ട് ഗേളിയെ മാരി ചെയ്യിച്ചതാണോ ഞാൻ കാണിച്ച വൃത്തികേട്? വൃത്തികേടല്ല, വൃത്തികെട്ട ക്രൂരത. ഭാരതി, ഞാൻ അന്നങ്ങനെ ചെയ്യിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ഇനി വേണമെങ്കിൽ പറയാം. ഇനി പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഞാൻ പറയും, നീ അത് കേൾക്കും. മനസ്സിലായോ? കേട്ടോ, ഞാനും മിസ്റ്റർ മേനോനും പാർട്ട്നേഴ്സ് ആയിരുന്നെങ്കിലും കമ്പനി ഏറെക്കുറെ അയാളുടേത് മാത്രമായിരുന്നു. കൂടുതൽ ഷെയറുകളും അയാളുടെ. അതെല്ലാം തന്നെ ഗേളിയുടെ പേരിലും. നിങ്ങൾ ബുദ്ധിമാനായി. ഷെയറിന്റെ ഉടമസ്ഥയെ പിടിച്ച് മരുമകളാക്കി. അതല്ലേ നടന്നത്? എനിക്കതറിയാമായിരുന്നു. അതുകൊണ്ടിപ്പോൾ എന്ത് തകരാറ് സംഭവിച്ചു? കടലാസില്ലെങ്കിലും കമ്പനി ഇന്ന് എന്റേതായിരിക്കുന്നു. നമ്മൾ സുഖമായി ജീവിക്കുന്നു. ഒന്നു മാത്രം നിങ്ങൾ കണ്ടില്ല. ഒരൊറ്റ മകനുണ്ടായിരുന്നവൻ ജീവിതം നഷ്ടപ്പെട്ടവനായി മാറിയിരിക്കുന്നു. അവൻ ഭ്രാന്തനായത് അവളുടെ കുറ്റമാണോ? ഒരു പെൺകുട്ടിക്ക് വളരെയധികം ആഗ്രഹങ്ങൾ കാണും. അതിൽ കുറെയെങ്കിലും നടത്തിക്കൊടുക്കാത്തവൻ ഭർത്താവാണെന്ന് പറഞ്ഞിരുന്നാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. എങ്കിലിന്ന് അവൻ നല്ല ഭർത്താവായിരിക്കുന്നു. അവളുടെ ഇഷ്ടം പോലെ കാര്യമെല്ലാം നടക്കുന്നുണ്ട്. അവനെ കൊണ്ടൊന്നിനും കൊള്ളില്ല. എന്നിട്ട് അവളെ കുറ്റം പറയുകയും. വിവാഹത്തിനു മുൻപ് രവി എന്തിനും പോന്നവനായിരുന്നല്ലോ. ആയിരുന്നിരിക്കാം. അതിനുശേഷം അവന് സുബുദ്ധി നഷ്ടപ്പെട്ടല്ലോ. നിർത്തൂ, ഇനി അത് പറയരുത്. പറഞ്ഞാൽ? നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞാണ് അവനെ ഭ്രാന്തനാക്കിയത്. സ്വന്തം മകന് ഭ്രാന്താണെന്ന് പറഞ്ഞു നടക്കുന്ന വിഡ്ഢി. ഈയിടെയായി കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ പോയില്ല. I say you get out. പോ. എന്താ, ഉറങ്ങിയില്ലേ? ഭ്രാന്തന്മാരോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം. എന്തിനാണിങ്ങനെ കുത്തുവാക്ക് പറയുന്നത്? ഞാൻ പിന്നെ എന്ത് പറയാൻ, എന്ത് ചോദിക്കാൻ? ഒന്നും ചോദിക്കാനില്ലേ? രാത്രി 10 മണിവരെ ഞാൻ എവിടെ പോയിരുന്നു എന്നുപോലും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലേ? ചോദിക്കാതെ തന്നെ കുറേയൊക്കെ അറിയാം. ആദ്യമൊക്കെ നീ എന്ത് ചെയ്യുന്നെന്നും എവിടെ പോകുന്നെന്നൊക്കെ എനിക്കറിയണമായിരുന്നു. അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇല്ലേ? കള്ളം കേൾക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കേളി ഒന്നും കേൾക്കാതിരിക്കുന്നത്? ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. കഴിഞ്ഞതെല്ലാം പോട്ടെ. ഇനിയെങ്കിലും നിനക്ക് എന്നോട് സത്യസന്ധമായി പെരുമാറാൻ സാധിക്കുമോ? തീർച്ചയായും. അതായത് 1 വർഷം ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ വിവാഹ ജീവിതം. ഒരു നല്ല ഭാര്യയായിരിക്കാൻ എന്നെ സഹായിച്ചൂടെ? നീ എന്താണ് ശ്രദ്ധിക്കുന്നത്? അത് കേൾക്കുന്നില്ലേ? താഴെയുള്ള വീട്ടിലെ സ്ത്രീക്ക് കൂടി താരാട്ട് പാടാൻ അവകാശമുണ്ട്. നിനക്കൊരു നല്ല അമ്മയായി മാറാൻ കഴിയുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയുന്നില്ല. പിന്നെ എന്നും കളിച്ച് രസിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി മാത്രമായിരിക്കുമെന്ന് കരുതിയോ? നേര് പറഞ്ഞ ഞാൻ അങ്ങനെയാണ് ഇത്രയും നാൾ ധരിച്ചു വച്ചിരുന്നത്. നിങ്ങൾക്കൊരിക്കലും ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കാൻ കഴിയില്ല. സത്യം പറയുമെന്ന് സമ്മതിച്ചുകൊണ്ട് മാത്രം ചോദിക്കുക. ചോദിച്ചോളൂ. നീ ഇന്ന് സിനിമയ്ക്ക് പോരുന്നോ? ധൈര്യമായി പറഞ്ഞോളൂ. പലതും കണ്ട് മരവിച്ചു കഴിഞ്ഞൊരു ഹൃദയത്തോട്
അനുകമ്പ കാണിക്കുന്നത് എന്തിന്? ഞാൻ 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 സിനിമയ്ക്ക് പോയില്ല. എനിക്ക് ആഹ്ലാദം തോന്നുന്നു. ഇന്നെങ്കിലും നീ സത്യം പറഞ്ഞല്ലോ. എന്നോട് ക്ഷമിക്കൂ. ആരും ആരോടും ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാവരും എല്ലാവരോടും അവരവരാൽ കഴിയുന്ന ക്രൂരത കാണിക്കുന്നൊരു വീടാണിത്. മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തുന്ന അച്ഛൻ അമ്മയോട് ക്രൂരത കാണിക്കുന്നു. ആ സ്നേഹം വിലക്കപ്പെട്ടതുകൊണ്ട് അമ്മ അതിന് പകരം വീട്ടുന്നു. എന്റെ മനസ്സിനെ നോവിച്ച് നീ സുഖം കണ്ടെത്തുന്നു. നിന്നെ ആഹ്ലാദിക്കാൻ അനുവദിക്കാതെ ഞാൻ നിന്നെ നോവിക്കുന്നു. ഇവിടെ മാപ്പ് ചോദിക്കുന്നതിന് എന്തർത്ഥം? ഗളി, എന്തോ? എനിക്ക് ഭ്രാന്താണെന്ന് നീ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ? കരയാതെ കരയാതെ കിടന്നുറങ്ങിക്കൊള്ളൂ. ഹലോ, ഹൂ ഈസ് സ്പീക്കിംഗ്? അച്ഛനിവിടെ ഉണ്ട്. പക്ഷെ നിങ്ങളോട് സംസാരിക്കില്ല. യെസ്, അത് ഞാൻ തീരുമാനിച്ചാൽ മതി. മിസ് എലിസബത്ത്, എന്നെ മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ കാമുകന്റെ മകനാ. ഒരുപക്ഷെ നിങ്ങളെക്കാളും പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. അതുകൊണ്ട് ഒരു ചേട്ടൻ സംസാരിക്കുന്നുവെന്ന് കരുതിയാൽ മതി. നിങ്ങളീ കാണിക്കുന്നത് ശരിയല്ല. യെസ്, ഐ സേ ഇറ്റ്സ് റോങ്. വേറൊരു സ്ത്രീക്ക് അവകാശപ്പെട്ട് കഴിഞ്ഞൊരു പുരുഷനെ തട്ടിയെടുക്കുന്നതിലല്ല ഒരു പെണ്ണിന്റെ മിടുക്ക്. ഇറ്റ് ഈസ് ചീപ്പ്. ഏയ്, നിങ്ങൾ കോപിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. മിസ് എലിസബത്ത്, നിങ്ങളുടെ അമ്മയാകാൻ പ്രായമുള്ളൊരു സ്ത്രീ നിങ്ങൾ കാരണം ഇവിടെ വേദനിക്കുക. ദയവ് ചെയ്തിന് ഇങ്ങോട്ട് ഫോൺ ചെയ്യുകയോ അച്ഛനെ കാണുകയോ ചെയ്യരുത്. ശരിയായിരിക്കാം, എനിക്ക് ഭ്രാന്തായിരിക്കാം. എങ്കിലും ഈ പറയുന്നതിൽ കാര്യമായൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നന്നായി. സ്വന്തം ഭാര്യയെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ വേറൊരു പെണ്ണിനെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു അല്ലേ? ഇനി ഈ വീടിന്റെ പടി കയറിയ നിന്നെ ഞാൻ കൊല്ലും, പറഞ്ഞേക്കാം. രവി, എനിക്ക് വന്ന ഫോൺ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തു. എന്തിന്? എന്റെ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട്. മനസ്സിലായില്ല. എന്റെ അച്ഛൻ ഇത്തരം ഫോൺ കോളുകൾ വരുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. നിന്റെ ഇഷ്ടത്തിനല്ല, എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. മനസ്സിലായോ? അതെനിക്കറിയാം. പക്ഷെ ഭ്രാന്ത് പിടിച്ച കപ്പിത്താൻ ഓടിച്ചിട്ടുള്ള ഒരു കപ്പലും ഇന്നേ വരെ തുറമുഖം കണ്ടിട്ടില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. എനിക്ക് അച്ഛനെ ഇഷ്ടമാ, അമ്മയെ ഇഷ്ടമാ. ഞാൻ ഇഷ്ടപ്പെടുന്നവർ ദുഃഖിക്കുന്നത് കാണാനുള്ള കരുത്ത് എനിക്കില്ല. എന്റെ അമ്മ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എങ്കിൽ എനിക്കൊരിക്കലും ഇത് പറയേണ്ടി വരുമായിരുന്നില്ല. ഓ, നീ എന്നെ ഉപദേശിക്കുകയാണോ? അതിന് സംശയം എന്ത്? എങ്കിൽ എനിക്കതിന്റെ ആവശ്യമില്ല. ആവശ്യമെന്ന് തോന്നുമ്പോൾ സ്വബോധമുള്ള ഒരാളോട് ഞാൻ ഇരുന്നെങ്കിലും അത് വാങ്ങിക്കൊള്ളാം. അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ടുള്ളൂ, എങ്കിലും പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയും. നിർത്ത്. വേണ്ട വേണ്ട എന്ന് വെച്ചപ്പോ, തലയ്ക്ക് സ്വബോധമില്ലാത്തവരെന്ന് വെച്ച് ക്ഷമിച്ചപ്പോ നീ അത് വെച്ച് മുതലെടുക്കുന്നു. ഹലോ, ഫോൺ ഇവിടെ തരൂ. ഹലോ, ആരെയാണ് വേണ്ടത്? ഗേളിയോ? അച്ഛൻ സമാധാനമായിട്ടിരുന്നോളൂ. ഇത് എന്റെ ഭാര്യയുടെ കാമുകനാ. ഹലോ ഹലോ. ഭീരു, നിന്നെ ഈ വീട്ടിൽ നിർത്താൻ കൊള്ളില്ല. എന്റെ പബ്ലിക് കോണ്ടാക്ട്സ് മുഴുവൻ നീ തകർക്കുന്നു. ഇപ്പോൾ ഫോൺ ചെയ്തത് വേണുവല്ലേ? അതെ. വേണു എന്റെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ ആണെന്ന് നിനക്കറിയാമല്ലോ. വേറെയും ചിലത് കൂടിയാണെന്നുള്ളതും എനിക്കറിയാം. അങ്ങനെയുള്ള ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ നീ പഠിക്കണം. ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ ഞാൻ ചവിട്ടിയിറക്കും, വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടുപോയി തള്ളും. ഒരിക്കൽ എന്നെ കൊണ്ടുപോയതാണല്ലോ, ഇനി ഒരിക്കൽ അച്ഛനൊന്ന് പോയി നോക്കരുത്. എന്താ ഇവിടെ? മാറിക്ക്. നീയാണ് ഇവന് വളം വെച്ചു കൊടുക്കുന്നത്. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു. അതെന്റെ മണ്ടത്തരം. ഭ്രാന്തന്മാരെ വീട്ടിൽ താമസിപ്പിച്ചാൽ ഒടുവിൽ എനിക്കാണ് ഭ്രാന്തെന്ന് ആളുകൾ പറയും. അവനെ എങ്ങും കൊണ്ടുപോകണ്ട. നിങ്ങൾക്കൊക്കെ അത്ര ഉപദ്രവമാണെങ്കിൽ ഞാനും എന്റെ മോനും കൂടി ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കഴിഞ്ഞോളാം. അവനെ എങ്ങും കൊണ്ടുപോവല്ലേ. പോ എന്റെ മുമ്പിൽ നിന്ന്.
ഞാൻ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്താൻ ഒക്കുമോന്ന് ഇനിയെങ്കിലും നോക്കട്ടെ. ഇന്ന് വൈകുന്നേരം പോകാൻ ഒരുങ്ങി നിന്നുകൊള്ളണം. ഞാൻ ഡോക്ടർ വർമ്മയെ ഇപ്പോൾ തന്നെ ഫോണിൽ വിളിച്ച് എല്ലാം ഏർപ്പാട് ചെയ്തിരിക്കും. മോനെ, അമ്മേ, എനിക്ക് സമാധാനമായി. ഇനി ഇവിടെ നിന്നാ ഞാൻ ശരിക്കൊരു ഭ്രാന്തനായേക്കും. ഡാഡി നോക്കിക്കോ, മിനിമോള് പഠിച്ച് ഡാഡിയേക്കാൾ വലിയൊരു ഡോക്ടറാവും. അങ്ങനെയാണെങ്കിലേ ഡാഡിക്ക് വയസ്സാകുമ്പോ ഈ ആശുപത്രിയുടെ കാര്യങ്ങളെല്ലാം മിനിമോള് തന്നെ നോക്കേണ്ടി വരും. ഓ, അതത്ര വലിയ കാര്യമാണ് അല്ലേ സിസ്റ്റർ? ഈ ഡാഡിയുടെ പറച്ചിൽ കേട്ടാൽ തോന്നും വലിയ കാര്യമാണെന്ന്. ഡാഡി കള്ളം പറയാ. മിനിമോള് വിചാരിച്ചാ ഇതിനേക്കാളും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാം. കേട്ടോ കേട്ടോ, സിസ്റ്റർ പറഞ്ഞത് കേട്ടോ? കേട്ടു. അപ്പോൾ ഡാഡി തോറ്റു. തോറ്റു, സമ്മതിച്ചിരിക്കുന്നു. ആ സിസ്റ്റർ, ആ 19 പേഷ്യന്റ് എങ്ങനെയിരിക്കുന്നു? വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഒരു ബിഗ് പാർട്ടിയാണ്. മുൻപ് കുറച്ചു കാലം ഏതോ മെന്റൽ സാനിറ്റോറിയത്തിൽ കിടന്നിരിക്കുന്നല്ലോ. എന്നാ കണ്ടിട്ട് വലിയ ഭ്രാന്തുള്ളതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. വളരെ സൈലന്റാ. അയാളുടെ മൂവ്മെന്റ് വാച്ച് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കുന്നു? യാതൊരു ബഹളവുമില്ല. എപ്പോഴും ജനലിന്റെ അടുത്ത് അഴിയും പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽപ്പാ. ആ മുറിയായതുകൊണ്ട് നന്നായി. താഴെയുള്ള കാടും മരങ്ങളും കടലുമെല്ലാം കണ്ടോണ്ട് നിൽക്കാം. 19 അങ്കിളിന് ഭ്രാന്തായോ ഡാഡി? ഇല്ല മോളെ, ഇവളിതിനിടെ രവിയുമായി കമ്പനിയായ. ആദ്യത്തെ ദിവസം ഞാൻ റൗണ്ടിന് ചെല്ലുമ്പോ അയാളെ വലിയ പേടിയായിരുന്നല്ലോ ഇവൾക്ക്. അതൊക്കെ പോയി. ഇവിടെയുള്ള പേഷ്യൻസിന് എല്ലാം മിനിമോൾക്ക് പേടിയാ. പക്ഷേ അയാളുമായിട്ട് മാത്രം ഒറ്റ ദിവസം കൊണ്ട് ലോഹിയായി കഴിഞ്ഞു. മനസ്സിന്റെ കുസൃതികൾ. അങ്കിളിന്റെ അടുത്ത് മിനിമോൾക്ക് പോകാൻ പാടില്ലേ സിസ്റ്റർ? പോകാം മോളെ. അങ്കിൾ എന്നെ പിടിച്ച് തിന്നുമോ? ഇല്ല മോളെ, മോളെ പിടിച്ചു തിന്നുന്നത് 3ാമത്തെ മുറിയിലെ അമ്മൂമ്മയാണ്. ഇപ്പൊ മിനിമോൾക്ക് എപ്പോഴും അയാളുടെ അടുത്ത് പോകണം. ഞാൻ അതും ഇതൊക്കെ പറഞ്ഞ് ചെറുതായി ഒന്ന് പേടിപ്പിക്കാൻ നോക്കി. എവിടെ ഏൽക്കാൻ. അവൾക്കിഷ്ടമാണെങ്കിൽ ആ മുറി പൊയ്ക്കൊള്ളട്ടെ. പേടിക്കുമ്പോ രവി തന്നെ അവളെ പുറത്താക്കിക്കൊള്ളും. പിന്നെ പിന്നെ എന്നെ അങ്ങും പുറത്താക്കൂല. അത് ശരിയാ. അയാളുടെ മുഖത്തൊരു വെളിച്ചം വീഴുന്നത് മിനിയെ കാണുമ്പോ മാത്ര. എന്ത് കഥ പറയുന്നുണ്ടെന്നോ രണ്ടുപേരും കൂടി. റിയലി? എനിക്ക് കഥ പറഞ്ഞു തരാമെന്ന് അങ്കിൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് കഥയാണ്? രാജാവിനെ കൊന്ന രാജ്ഞിയുടെ കഥ. രാജാവിന് ഭ്രാന്താണെന്നും പറഞ്ഞ് രാജ്ഞിയും മന്ത്രിയും കൂടെ പിടിച്ചു പൂട്ടിയിട്ടു. രാജാവിന് വിഷം കൊടുക്കാമെന്ന് മന്ത്രി പറഞ്ഞു. പിന്നെ പിന്നെ ബാക്കി എങ്ങനെയാ ഡാഡി? എനിക്കെങ്ങനെ അറിയും? എന്നാൽ ഞാൻ പോയി അങ്കിളിനോട് തന്നെ ചോദിക്കാം. പോട്ടെ ഡാഡി? ശരി, മോള് പോയി അങ്കിളുമായി കഥയും പറഞ്ഞിരുന്നോളൂ. ഡാഡി അങ്ങ് വരാം. മിനിയെ തടയരുത്. അവളിപ്പോ തന്നെ എന്നേക്കാൾ വലിയ ഡോക്ടറായി കഴിഞ്ഞിരിക്കുന്നു. സിസ്റ്റർ, രവിയുടെ കേസ് ഭേദമാക്കാനാകുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ 6 വയസ്സുള്ള ഈ കൊച്ചുകുട്ടി അത് സാധിക്കുമെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെ തോന്നി ഡോക്ടർ. രവിക്ക് അയാളുടെ അച്ഛൻ പറയുന്നത് പോലെ അത്ര വലിയ അസുഖമൊന്നുമില്ല. സമ്പത്തിനു വേണ്ടി കൊതിക്കുന്ന ചില മനുഷ്യരുണ്ട്. നമുക്കെല്ലാം ഭക്ഷണവും ജലവും പോലെ ഒരു നെസസിറ്റിയാണ് അവർക്ക് സ്നേഹം. ആരെങ്കിലും ഒരാൾ സ്നേഹിക്കാനില്ലാതെ വന്നാൽ അത്തരക്കാർ ആകെ കഷ്ടത്തിലായി പോവും. സിസ്റ്ററിന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? യെസ് ഡോക്ടർ. 3 നേരം പട്ടിണി കിടന്നാൽ സിസ്റ്ററിന്റെ ശരീരം ക്ഷീണിക്കില്ലേ? യെസ്. മാസങ്ങൾ തന്നെ അതുപോലെ പട്ടിണിയായാലോ? മരിച്ചു പോകും. ഹൃദയത്തിന്റെ ഒരു ആഹാരമാണ് സ്നേഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കിട്ടിയില്ലെങ്കിൽ ഒരാൾക്ക് ഹൃദയം നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ അത് അയാളുടെ കുറ്റമാകില്ലല്ലോ. രവിയും അത്തരത്തിൽപ്പെടുന്ന ഒരാളാണെന്നോ? എന്റെ കണക്കൂട്ടൽ ശരിയാവുമെങ്കിൽ. ഓ, വരൂ, റൗണ്ടിനുള്ള സമയമായി. എന്നിട്ട് അങ്ങനെ ആ പാവം രാജാവ് ജയിലിൽ കിടന്ന് വെള്ളം പോലും കുടിക്കാതെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് തന്നെത്താനെ കരഞ്ഞു. രാജ്ഞി കൊടുത്തയച്ച ഭക്ഷണം അയാൾ തൊടുക പോലും ചെയ്തില്ല.
രാജാവിന്റെ കൈ കെട്ടിയിരുന്നോ? ഉവ്, കട്ടിയുള്ള ഇരുമ്പ് ചങ്ങലയിട്ട് രാജാവിന്റെ കാലും കൈയും എല്ലാം പൂട്ടിക്കളഞ്ഞു. അതുകൊണ്ടാണോ വെള്ളം കുടിക്കാൻ വയ്യാതെ പോയത്? അതുകൊണ്ട് മാത്രമല്ല, പിന്നെ രാജാവിന് ഒന്നിലും വിശ്വാസമില്ലാതെ പോയി. നേരെ ചിരിച്ചു കാണിക്കുന്നവരെല്ലാം കാണാതിരിക്കുമ്പോ ചതിക്കുന്നവരാണെന്ന് അയാൾക്ക് മനസ്സിലായി. മണ്ടൻ രാജാവ്. അങ്ങനെയല്ല മിനിമോളെ, ഈ ലോകത്തിൽ ഇന്ന് സ്നേഹിക്കാൻ അറിയാവുന്നവർ വളരെ കുറവാ. എല്ലാ സ്നേഹത്തിന്റെയും പുറകിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായിരിക്കും. മിനിമോളെ കൊണ്ട് പ്രയോജനമൊന്നും ഇല്ലാന്ന് കാണുമ്പോ മോളെയും ആളുകൾ വെറുക്കും. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ കുഞ്ഞിനെന്തോന്ന് മനസ്സിലാകും? ഓ, ഞാനതങ്ങ് മറന്നു. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. പറഞ്ഞാലോട്ട് മനസ്സിലാകൂല്ല. കുറെ കൂടി പ്രായമാകുമ്പോ എല്ലാം സ്വയം അനുഭവിച്ചറിയേണ്ടതാ. ഈ അങ്കിൾ മിനിമോൾക്ക് കഥ പറഞ്ഞു തരികയില്ല. നീ കഥ പറഞ്ഞു കൊടുക്കും മോനെ. ആ, ശരി. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞത്? രാജാവ് പട്ടിണി കിടന്ന് മരിച്ചുപോയോ? ഇല്ല, മരിച്ചു പോയേനെ. പക്ഷെ അതിനിടയിൽ ഒരു ദിവസം സ്വർഗത്തു നിന്നൊരു മാലാക രാജാവിന്റെ വിഷമം കണ്ട് അവിടെ വന്നിറങ്ങി. മാലാഖയോ? അതെ, ഒരു കൊച്ചു മാലാക. ചുരുണ്ട മുടിയും കൊച്ചു മുഖവും നിഷ്കളങ്കത വഴിഞ്ഞൊഴുകുന്ന കൊച്ചു കണ്ണുകളുമുള്ള ഒരു കുഞ്ഞു മാലാക. മാലാഖയുടെ പേരെന്താ? മാലാഖയുടെ പേര് ആ പാവം രാജാവിനെ രക്ഷിക്കാമെന്ന ആ മാലാഖയുടെ പേര് മിനിമോളെന്നായിരിക്കും. അങ്കിൾ എന്തിനാ കരയുന്ന? ഏയ്, ഒന്നുമില്ല. എങ്കിൽ കഥ പറയൂ. അങ്കിളിന് ഇപ്പോൾ ആ കഥയുടെ അവസാനം അറിയില്ല. മോള് പോയി കളിച്ചോ, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ശരി, പക്ഷേ പിന്നെ പറയണം. ഞാൻ നാളെ വരുമ്പോൾ ബാക്കി പറഞ്ഞു തരണേ. അങ്കിളിന്റെ അമ്മേ, ഞാൻ പോട്ടെ. മോള് നാളെയും വരണം. വരാം. പോട്ടെ അങ്കിൾ. എങ്കിൽ മിനി ചെല്ലേ. ബൈ ബൈ. എന്തൊരു പ്രസരിപ്പ്! 6 വയസ്സേ ഉള്ളെങ്കിലും 60 വയസ്സിന്റെ ബുദ്ധിയാ. ആ ഡോക്ടറുടെ ഭാഗ്യം. എന്റെ ആശ്വാസ കേന്ദ്രം. ഇന്ന് വരുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് കള്ളം. വേണു പറഞ്ഞാ ഞാൻ വരില്ല എന്ന് തോന്നിയോ? എന്നല്ല വേണു, ഇന്നിപ്പോ ഈ ശരീരം മാത്രമേ എന്റെ സ്വന്തമായിട്ടുള്ളൂ. വേണു പറയുന്നത് എന്തും അനുസരിച്ചു പോകുന്ന വെറുമൊരു പാവയായി കഴിഞ്ഞിരിക്കുന്നു ഞാൻ. ഈസ് ഇറ്റ് റൈറ്റ്? അതെ വേണു, നേര് പറഞ്ഞ ഇന്ന് വരരുതെന്ന് പോലും എന്റെ മനസ്സ് എന്റെ ശരീരത്തോട് പറഞ്ഞതാണ്. എന്നിട്ട് ശരീരം എന്ത് മറുപടി കൊടുത്തു? ശരീരം പറഞ്ഞു, നീ പോടി, നീ ഇപ്പൊ വേണുവിന്റെ അടിമയാണ് എന്ന്. ഗളി, സത്യമായിട്ടും ഞാനാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യശാലി. വേണു, എന്റെ സന്തോഷം എന്നേ കൈമോശം വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ കാരണം മറ്റൊരാൾ സന്തോഷിക്കുന്നു എന്നതിൽ ശ്രദ്ധ നിലനിർത്തേണ്ടത് ഒരു കടമ മാത്രമാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഇവിടെ ഈ നഗരത്തിൽ ഇങ്ങനെ അധികം തുടർന്നാൽ ഒടുവിൽ അത് നിന്റെ ഭർത്താവ് അറിയും. അല്ല, അറിഞ്ഞതുകൊണ്ട് എനിക്കൊന്നുമില്ല. പിന്നെ എനിക്കെന്താണ്? നിനക്ക് ഈയിടെയായി രവിയെ കുറേശ്ശെ ഭയമുണ്ട്. അത് ഭയം കൊണ്ടല്ല വേണു. പിന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നിക്കൂടാത്തൊരു വികാരമുണ്ട്, ആകുലഭാവം. രവിയോട് നിനക്ക് സഹതാപം തോന്നാൻ കാരണം? ഐ അണ്ടർസ്റ്റാൻഡ്. ചോദിച്ചത് മറന്നുകളയാ. വേണു, നമുക്ക് മറ്റെന്തിനെക്കുറിച്ചെങ്കിലും സംസാരിക്കാം. വരൂ, നമുക്ക് ബീച്ചിൽ പോയിരിക്കാം. ആ, എന്തൊക്കെയുണ്ട് രവി? സിസ്റ്റർ, ഇന്ന് മിനിമോളെ കണ്ടില്ല അല്ലേ? അതുകൊണ്ടാണ് ആകെ ഒരു മടുപ്പ് കാണുന്നു. അവളിപ്പോ വരും. ഞാൻ ഇറങ്ങുമ്പോ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ കിടന്നുറങ്ങി. ഒടുവിൽ ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോ കൂടെ പോരണമെന്ന് പറഞ്ഞ് വലിയ നിർബന്ധം. അവളുടെ അമ്മ സമ്മതിക്കൂ? വന്നാലുടൻ കാർ അയച്ചു കൊടുക്കാമെന്ന കണ്ടീഷനില എന്നെ ഇങ്ങോട്ട് പോരാൻ സമ്മതിച്ചത്. ഇങ്ങനെ കുട്ടികളെ ഓരോ ദുശീലങ്ങൾ പഠിപ്പിച്ചാൽ? ഒരു കണക്കിന് സിസ്റ്റർ പറഞ്ഞത് ശരിയാണ്. മുമ്പൊക്കെ ഞാൻ റൌണ്ട്സിന് വരുമ്പോ കൂടെ വരണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രവിയെ കിട്ടിയതോടെ അവൾക്ക് വീടേ വേണ്ടെന്നായിട്ടുണ്ട്.
എന്റെ ഭാഗ്യം. അവിടെ ആരുമില്ല. എന്റെ വൈഫ് ഓൾസോ ഇസ് എംപ്ലോയിഡ്. പിന്നെ അവൾ തനിച്ചിരിക്കേണ്ടി വരും. ഇവിടെ വന്നാ പിന്നെ ഇവരെല്ലാം ഉണ്ടല്ലോ, അല്ലേ സിസ്റ്റർ? കൊള്ളാം. ഒരു ദിവസം മിനിമോൾ ഇവിടെ വരാതിരുന്ന ഇവിടുത്തെ സ്റ്റാഫ് മുഴുവനും കൂടി ഡോക്ടറുടെ വീട്ടിൽ സത്യാഗ്രഹത്തിന് വരും. നോക്കിക്കോ. ആ രവി, ഇന്നലെ അമ്മ പോയി അല്ലേ? ഉവ്, അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചിട്ടുണ്ടാവും. ഞാൻ തന്നെ നിർബന്ധിച്ചിട്ടാണ്. ഒന്നാമത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തക്കവണ്ണം രവിക്ക് അസുഖമൊന്നുമില്ല. പിന്നെ സ്ത്രീകളല്ലേ, അവർക്ക് സ്വന്തം വീട്ടിലിരുന്നില്ലെങ്കിൽ ഒരു സുഖവും ഉണ്ടാവില്ല. പക്ഷേ അമ്മയ്ക്ക് എന്നെ ഇവിടെ വിട്ടിട്ട് പോകാൻ വലിയ പ്രയാസമുണ്ടായിരുന്നു. അതൊക്കെ നാച്ചുറലാണ്. അതിരിക്കട്ടെ, രവിക്ക് തനിച്ചിവിടെ കഴിയാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം. എനിക്ക് ഏകാന്തത വലിയൊരു ആശ്വാസമാണ് ഡോക്ടർ. ആരെയും കാണാതിരുന്നെങ്കിൽ എന്ന് പോലും തോന്നുന്നു. ദിവസവും രാവിലെ മിനിമോള് മാത്രം കുറെ നേരം കാണാൻ വന്നുകൊണ്ടിരുന്ന എനിക്കിവിടെ നിന്ന് പോകാനേ മനസ്സ് വരില്ല. ഡോക്ടർ, ആ 14 പേഷ്യന്റിന് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട സമയമാവുന്നു. ഓ, സിസ്റ്റർ പോയി കൊടുത്തോളൂ. യെസ് ഡോക്ടർ. രവി, ഒരു കാര്യം ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. രവിയുടെ പാർട്ട്ണർ, ഐ മീൻ ലൈഫ് പാർട്ട്ണർ, ഇതുവരെ രവിയെ കാണാനായി ഇവിടെ വന്നില്ലല്ലോ. എന്നെ എത്രയും കുറച്ച് കാണുന്നു ഞാൻ അത്രയ്ക്കും സമാധാനമായിട്ടിരിക്കും. ഡോക്ടർക്ക് എല്ലാം അറിയാവുന്നതാണല്ലോ. എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ. അതെ, എങ്കിലും നിങ്ങൾ തമ്മിൽ ഇത്രയ്ക്ക് അകൽച്ചയായിരിക്കുമെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. ഡോക്ടർ, എല്ലാവരും പരസ്പരം അകന്നല്ലേ കഴിയുന്നത്. എന്നുവച്ചാൽ ഈ അടുപ്പമെന്ന് പറയുമ്പോൾ ശാരീരികമായ അടുപ്പം എന്നതിൽ കവിഞ്ഞ് മറ്റൊരർത്ഥമുണ്ടെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. മാനസികമായി അടുക്കാൻ കഴിയില്ലേ? അതെല്ലാം വെറും ഷോ ആണ് ഡോക്ടർ, വെറും ഹിപ്പോക്രസി. എന്നിൽ നിന്ന് എത്രയോ അകലെയാണ് എന്റെ അമ്മയും അച്ഛനും ഭാര്യയും ഒക്കെ തന്നെ. അമ്മയും ആയിരിക്കണമെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ അവർ വന്നിരിക്കുന്നത് ഏതമ്മയും അങ്ങനെ ഇരുന്നു പോവും. എന്തുകൊണ്ട്? ഓരോ കുട്ടിയും അവർ നിർമ്മിക്കുന്ന കളിവീടിന് അപകടമുണ്ടാകാതെ ശ്രദ്ധിക്കാറില്ലേ? ആരെങ്കിലും അത് ചവിട്ടിക്കളഞ്ഞ അവർ ദുഃഖിക്കാറില്ലേ? മനുഷ്യ മനസ്സ് ഇങ്ങനെയാണ് ഡോക്ടർ. സ്വന്തം സൃഷ്ടികളോട് എപ്പോഴും ഒരു വാത്സല്യം അറിയാതെ വന്നുപോകും. വളരെ വിചിത്രമായ ചിന്താഗതികളാണ് രവിയുടേത്. അതാണല്ലോ ഞാനിപ്പോൾ ഇവിടെ ഈ മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ആ, ദാ സീനിയർ ഡോക്ടർ വന്നല്ലോ. പേഷ്യന്റിനെ പരിശോധിക്കാമോ? മിനിമോൾ എന്താ വൈകിയത്? നമുക്ക് കാറ്റാടിമരത്തിന്റെ ഇലകൾ ഒടിച്ചുകൊണ്ടുവന്ന് ഈ മുറി അലങ്കരിക്കണ്ടേ? അതല്ലേ ഞാൻ ഓടി വന്നത്. കമോൺ അങ്കിൾ, നമുക്ക് പോകാം. വെയിലൊന്ന് ആറിയിട്ട് പോരെ രവി? അതുവരെ നിങ്ങൾ ഇവിടെ സംസാരിച്ചിരിക്കും. ശരി ഡോക്ടർ. എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. മിനിമോളെ, ഇന്നൊരല്പം ലേറ്റാണ് ഡ്യൂട്ടിക്ക്. അയ്യോ, കണ്ടേ കണ്ടേ. മിനിമോൾ ആള് മോശമല്ലല്ലോ. സ്വർഗത്തിൽ പോയിരുന്നാലും മിനിമോൾ അവിടെ വന്ന് കണ്ടുപിടിക്കും. മോള് മിടുക്കിയല്ലേ? ഇനി മോള് പോയി വിളിക്ക്, അങ്കിള് വന്ന് കണ്ടുപിടിക്കാം. ശരി, കണ്ണടച്ചോണം. ഞാൻ വിളിക്കുമ്പോഴേ തുറക്കാവൂ. ആ, അത്രേ ഉള്ളൂ. കണ്ണു തുറക്കല്ലേ? ഇല്ല. കൂ, കൂ, ഒളിച്ചേ. ഈ കടലാസ് ഇങ്ങനെ മടക്കി, പിന്നെ ദാ ഇങ്ങനെ മടക്കി, പിന്നെ ഇങ്ങനെ എടുത്ത് ദാ ഇനി തുറക്കണം. നോക്കിക്കോണേ. ഹായ് കപ്പൽ. ഇതില് നമുക്ക് രണ്ടുപേർക്കും കൂടെ കടലിന്റെ അക്കരെ ചെന്ന്. 7 കടലില്ലേ അങ്കിൾ? ഉണ്ട്. 7 കടലും കടന്ന് അങ്ങനെ ചെല്ലുമ്പോ അവിടെ എന്താണ്? 7 നിലയുള്ള കൊട്ടാരം. മിടുക്കി. കഥയെല്ലാം ഓർമ്മയുണ്ടല്ലോ. പിന്നല്ലേ, അങ്കിൾ പറഞ്ഞു തന്ന കഥയെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആഹാ, എന്നാലൊരു കഥ പറയ്, കേക്കട്ടെ. ശരി, പറയാൻ പോണേ. ഒരിടത്തൊരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആഹാ. രാജാവിന് സുന്ദരിയായ ഒരു മോളുണ്ടായിരുന്നു.
ഗുഡ്. മിനിമോളുടെ പാട്ട് അസ്സലായി. ഓ, ഡോക്ടർ ഇവിടെ ഞാൻ കണ്ടതേയില്ല. നിങ്ങൾ എങ്ങനെ കാണാനാണ്? എല്ലാം മറന്നിരിക്കുകയല്ലേ? ശരിയാ ഡോക്ടർ, ജീവിതത്തിൽ ഒരിക്കലും മനസ്സ് തുറന്ന് ചിരിച്ചിട്ടില്ലാത്ത ഞാനിന്ന് ആഹ്ലാദം കൊണ്ട് എന്നെ തന്നെ മറന്നുപോയി ഡോക്ടർ. 3 മാസം കൊണ്ട് രവിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ സ്നേഹം ഒരായുഷ്കാലം മുഴുവൻ ശ്രമിച്ചാലും മിനിമോളിൽ നിന്ന് എനിക്ക് കിട്ടില്ല. സത്യത്തിൽ രവിയോട് എനിക്ക് അസൂയ തോന്നുന്നു. ഈ ഡാഡി വന്ന് ഞങ്ങളുടെ പാട്ട് മുടക്കി. ഇനിയിപ്പോൾ അങ്കിളാണ് പാടേണ്ടത്. അങ്കിള് പിന്നെ പാടും മോളെ. ഇപ്പൊ മോള് പോയി കളിക്ക്. എനിക്ക് അങ്കിളിനോടൊരു കാര്യം പറയാനുണ്ട്. കുസൃതി കൂടുതലാണെങ്കിലും ഇവൾക്ക് എന്തൊരു അനുസരണയാ. ആ രവി, ഞാൻ വന്നത് നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം പറയാനാണ്. രവിക്ക് ഇവിടെ നിന്ന് പോകാൻ ഇഷ്ടം കാണില്ല എന്നെനിക്കറിയാം. എങ്കിലും ആവശ്യമില്ലാതെ ഒരു ഭ്രാന്താശുപത്രിയിൽ ഇങ്ങനെ താമസിക്കേണ്ട കാര്യമില്ലല്ലോ. ഭ്രാന്താശുപത്രി എന്ന പേരിന് കുറെ കൂടി പറ്റിയത് ഇതിനപ്പുറത്തുള്ള ലോകമല്ലേ ഡോക്ടർ? ജനിച്ചിട്ട് ഇത്രയും നാളൊരു ഭ്രാന്താശുപത്രിയിൽ കഴിഞ്ഞിരുന്ന എനിക്ക് ഈ കഴിഞ്ഞ 3 മാസങ്ങൾ മാത്രമാണ് സ്വബുദ്ധിയുള്ള ആളുകളുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നതെന്നുള്ളൊരു ബോധം കിട്ടിയത്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. രവി നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലേക്കല്ലേ ഇപ്പോൾ പോകാൻ തുടങ്ങുന്നത്? ബന്ധുക്കൾ? ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നതാ എനിക്ക് മനസ്സിലാകാത്തത്. രക്തബന്ധമുള്ളവർക്ക് ഒപ്പം ഹൃദയബന്ധവും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ശരി ശരി, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും ഞാനിവിടെ വരും. അമ്മ നാളെ വരും. ഒപ്പം നിങ്ങളുടെ ഭാര്യയും ഉണ്ടായിരിക്കും. ഇന്ന് അവർ ഫോൺ ചെയ്തിരുന്നു. റിയലി? ഗേളിയും വരുന്നുണ്ടോ? എന്താണ്? ഇതേവരെ ഇങ്ങോട്ട് കാണാതിരുന്നപ്പോ എനിക്ക് അതിശയം തോന്നിയിട്ടില്ല. എന്നാൽ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓ, ഈ ഡാഡിയുടെ ഒരു രഹസ്യം പറച്ചിൽ. എല്ലാം കഴിഞ്ഞു മോളെ. മോളിങ് വന്നേ. എന്താണ് അങ്കിൾ? മോൾക്ക് സങ്കടം തോന്നുവോ? എന്തിന്? സങ്കടം തോന്നുകയില്ലെങ്കിൽ പറയാം. പറയൂ. അങ്കിള് മോളെ. എന്താ ഡാഡി അങ്കിൾ പറയുന്നത്? മിനിമോൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അത് അങ്കിളിന്റെ സുഖക്കേടെല്ലാം ഭേദമായി. അങ്കിൾ ഇനി ഇവിടെ നിന്ന് പോകും. മോളെന്താ ഒന്നും മിണ്ടാത്തത്? മിനിമോള് പിണക്കമാണോ? എല്ലാരോടും പിണക്കമാണ്. ഓ എന്റെ ദൈവമേ, സ്നേഹത്തിന്റെ ചങ്ങലകൾക്ക് എന്തൊരു ബലമാ. അപ്പോ ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉവ്വ് ഡോക്ടർ. ഒരിക്കലും ഒരു കാരണവശാലും പിണങ്ങരുത്. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി മാത്രമേ രവിയുടെ മുന്നിൽ നിൽക്കാവൂ. എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാലും ക്ഷമയോടെ കേൾക്കണം. ഒരു ഭാര്യയുടെ പെരുമാറ്റം പോലെ ഇരിക്കും ഭർത്താവിന്റെ സ്വഭാവം. ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാം. പക്ഷേ ശ്രദ്ധിക്കുകയാണെന്ന് രവിക്ക് തോന്നരുത്. എന്നും വൈകുന്നേരം കുറച്ച് നടക്കാനിറങ്ങണം. പാർക്കിലോ ബീച്ചിലോ ഒന്ന് ചുറ്റിയടിച്ച് രവിയുടെ മനസ്സിൽ ഒരു ഉന്മേഷം ഉണ്ടാക്കി കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. ഗേളി, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് ഡോക്ടർ. ഒരു നല്ല ഭർത്താവായിരിക്കാൻ ഒരുപക്ഷെ ഇതുവരെ രവിക്ക് കഴിയാതിരുന്നത് നിങ്ങളുടെ കൂടി സഹകരണക്കുറവ് കൊണ്ടാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ശാരീരികമായി യാതൊരു കുഴപ്പവുമില്ലാത്ത ഒരു ഭർത്താവിനെക്കുറിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളെ തന്നെയായിരിക്കും. പറയുന്നതുകൊണ്ട് വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല. എങ്കിൽ ഗേളി ചെല്ലു. അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അമ്മ വരൂ, ഇരിക്കെ. രവി എവിടെ? അവൻ മിനിമോളെ ആശ്വസിപ്പിക്കാണ്. പിണക്കം തീർക്കാനുള്ള ബദ്ധപ്പാടില്ല. ഇവിടെ എത്രയോ പേഷ്യൻസ് വന്നിരിക്കുന്നു. പക്ഷെ ഒരൊറ്റയാളുമായി മിനി ഇങ്ങനെ അടുത്തിട്ടില്ല. രവിക്കും അവൾ പ്രാണനായി കഴിഞ്ഞിരിക്കുന്നു. അവന് പക്ഷേ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാ. ഇനിയിപ്പോ ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ ഇവന് സന്തോഷമായിക്കൊള്ളും. അക്കാര്യം പറയാനാണ് ഞാൻ അമ്മയെ വിളിപ്പിച്ചത്. ഇപ്പറയുന്ന കാര്യം രവിയോ ഗേളിയോ അല്ലെങ്കിൽ എന്തിന് അമ്മയല്ലാതെ മറ്റാരും തന്നെ അറിയാൻ പാടില്ല. എന്താണ്? പറയൂ ഡോക്ടർ. ഇവിടുത്തെ താമസത്തിനിടയിൽ ഞങ്ങൾ രവിയുടെ കംപ്ലീറ്റ് സ്റ്റഡി നടത്തി. അതിനിടയിലാണ് ഇക്കാര്യം
എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്ത് കാര്യം? രവിക്ക് ഒരച്ഛനാകാൻ ഭാഗ്യമില്ല. ഡോക്ടർ, രവി, എന്റെ എത്ര കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണിതെന്നറിയോ? എന്ത്? ഈ ബീച്ചിൽ നമ്മൾ രണ്ടാളും കൂടി ഇങ്ങനെ വന്നൊന്നിരിക്കുക എന്ന്. ഗളി, ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. തെറ്റെന്റേതാ. ഇന്നെങ്കിലും ഇങ്ങനെ തോന്നിയല്ലോ. ഞാൻ കരുതിയത് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷവും എന്നോട് പഴയതുപോലെ പെരുമാറുമെന്നാണ്. ഇന്നും നീ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിത് ഓർക്കുമായിരുന്നില്ല. നമ്മൾ ബീച്ചിൽ വന്നിരുന്ന കാര്യവും മിനിമോൾക്ക് എഴുതുവോ? എനിക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല. ദിവസവും ഓരോ കത്ത് വീതം അയച്ചു കൊടുക്കുമെന്ന് ഞാൻ പോരുമ്പോൾ അവളോട് പറഞ്ഞതാ. എന്നിട്ട് ഇതേവരെ മറുപടിയൊന്നും വന്നില്ലല്ലോ. ആ കുട്ടി നിങ്ങളെ മറന്നു കാണും. ഒരിക്കലുമില്ല. മിനിക്ക് എന്നെയും എനിക്ക് അവളെയും ഈ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. സ്വന്തമായിട്ടൊരു മോളുണ്ടായി കഴിഞ്ഞാലും. രവി, ഞാൻ രവിയോടൊരു കാര്യം പറയാൻ പോവാ. അതിനുവേണ്ടിയാണ് ഇപ്പൊ ഈ ബീച്ചിലേക്ക് വന്നത് തന്നെ. അതെന്താ വീട്ടിൽ വെച്ച് പറയാൻ വയ്യാത്തൊരു കാര്യം? വീട്ടിൽ വെച്ച് പറയാമായിരുന്നു. എങ്കിലും എനിക്കിതാണിഷ്ടം. ഈ സന്ധ്യയും സൂര്യൻ മുങ്ങുന്ന കടലും തണുത്ത കാറ്റും മാത്രം സാക്ഷി നിർത്തിക്കൊണ്ട് എനിക്കതെന്റെ രവിയെ അറിയിക്കണം. പറയാ. ഞാൻ അല്ലെങ്കിൽ വേണ്ട രവി. പിന്നെ രവി ഒരു അച്ഛനാകാൻ പോകുന്നു. ഇല്ല ഇല്ല. എന്താ രവി, എന്താ വല്ലാതായത്? നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നറിയുമ്പോ സന്തോഷം തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെന്താ? വേണുവുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം നീ കുറെ കൂടി നേരത്തെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ സന്തോഷിക്കുമായിരുന്നു. രവി, നീ മുകളിലേക്ക് കയറിപ്പോക്കോളൂ. എന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ അവൾ വന്ന് കുറെ പ്രസംഗിച്ചേക്കും. ഒന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ആവൂ. അങ്ങനെ നിങ്ങൾ അങ്ങ് ആശ്വസിക്കൊന്നും വേണ്ട. ആരാ ഇപ്പൊ മുകളിലേക്ക് കയറിപ്പോയത്? കോപിച്ചാണല്ലോ വരവ്. തമാശയാക്കണ്ട, കോപിച്ചിട്ട് തന്നെയാ. അത് അപകടമാണല്ലോ. അപകടം? ഇതിനേക്കാൾ വലിയ ഒരു അപകടം എനിക്ക് എന്ത് വരാനാ? സ്വന്തം ഭർത്താവ് വെറും ഒരു വേശ്യയെ വിളിച്ചോണ്ട് വന്ന് ഭാര്യ താമസിക്കുന്ന അതേ വീട്ടിൽ താമസിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ? ഇതെന്റെ വീടാണ്. തെറ്റ്. ഇത് നിങ്ങളുടെ കെട്ടിടമായിരിക്കും. പക്ഷേ ഇതിനെ ഒരു വീടെന്ന് പറയുന്നത് ഞാനും നിങ്ങളും രവിയും ഗേളിയും എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ താമസിക്കുന്നതുകൊണ്ടുകൂടിയാ. നിങ്ങളാരും താമസിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നന്ദി. രണ്ടാമതൊരു ഭാര്യ കൂടി വന്നു എന്ന് കരുതിയാ മതി അല്ലേ? ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. എലിസബത്ത് മുകളിലത്തെ നിലയിൽ താമസിക്കും. നീയും രവിയും ഗേളിയും താഴത്തെ നിലയിലും. ഇതെന്റെ തീരുമാനമാണ്. മൂന്നാമത് വേറൊരു സ്ത്രീയെ കൂടി വിളിച്ചോണ്ട് വരാമായിരുന്നില്ലേ? സ്ഥലത്തിന് പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് തോന്നിയാൽ ഞാൻ അതും ചെയ്യും. ഭാരതി, നീ എന്നെ ഇനിയും ശരിക്കറിഞ്ഞിട്ടില്ല. കൂടുതൽ സംസാരിക്കാതെ പോ. കൊന്നുകളയും ഞാൻ. ഇനി ഒരു കൊലയും കൂടി ആവശ്യമുണ്ടോ? എതിര് പറയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി. പറയൂ, അനുസരിക്കാം. എലിസബത്തിന് മുകളിലേക്ക് പാലോ കാപ്പിയോ മറ്റോ കൊണ്ട് കൊടുക്കണോ? ഞാൻ പറഞ്ഞാൽ നീ അതും ചെയ്യും. എന്റെ പട്ടി നിങ്ങൾ അനുസരിക്കും. എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല. ഇല്ല ഇല്ല ഇല്ല. അടിക്കരുത് രവി. എന്റെ അമ്മയുടെ ദേഹത്ത് തൊടാൻ നിങ്ങൾക്ക് അവകാശമില്ല. നീ സംസാരിക്കരുത്. ഇത്രയും കാലം സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇനി നീ സംസാരിക്കും. സംശയമുണ്ടോ? എന്നോട് കളിക്കരുത്. എനിക്ക് ഈ ലോകത്താരെയും ഭയമില്ല. ഇത്രയും കാലം എല്ലാത്തിനെയും ഭയപ്പെട്ടു. ഇപ്പോൾ ഒന്നിനോടും ഭയമില്ല. എല്ലാത്തിനോടും വെറുപ്പ് മാത്രം എനിക്ക്. നിനക്ക് വീണ്ടും ഭ്രാന്ത് ഇളകിയിരിക്കുന്നു. ഇളകിയിരുന്നെങ്കിൽ ഞാൻ ആശിക്കുന്നു. എങ്കിൽ എല്ലാത്തിനെയും ഒരു വെട്ടുകത്തിയെടുത്ത് അരിഞ്ഞു തള്ളുവാൻ എനിക്ക് കഴിയുമായിരുന്നു. ഈ വലിയ കെട്ടിടത്തിന് തീ വയ്ക്കുവാൻ എനിക്ക് ശക്തി കിട്ടിയന്.
രവി, സമാധാനപ്പെട്. സമാധാനം എന്നൊന്നും പറയാതെ യാതൊരു അർത്ഥവുമില്ലാത്തൊരു വെറും പദം മാത്രമല്ലേ അമ്മേ അത്? മോനെ, അമ്മ വിളിക്കുമ്പോൾ എനിക്കതിന്റെ അർത്ഥം മനസ്സിലാക്കാം. എന്നാൽ ഈ മനുഷ്യൻ എന്നെ മോനെന്ന് വിളിച്ചാ എനിക്ക് എങ്ങനെ അത് കേട്ട് വിശ്വസിച്ച് വിളി കേൾക്കാൻ കഴിയും? ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? അവന് പ്രാന്താണ്. അല്ല, നിങ്ങൾക്കാണ് ഭ്രാന്ത്. ഭാര്യയും എല്ലാമായി താമസിക്കുന്ന വീട്ടിലേക്ക് എവിടെ നിന്നോ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ടുവന്ന് സ്ഥിരമായി താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്കാണ് ഭ്രാന്ത്. എളി, എന്തോ? ഇവിടെ വരൂ. ഇതാ, ഇവളെ നോക്ക്. ഭ്രാന്തുണ്ടെന്ന് തോന്നുവോ? എന്നാൽ ഇന്നൊരു വലിയ ഭ്രാന്തത്തരം ഈ സുന്ദരിയും കാണിച്ചു. ഒരിക്കലും അച്ഛനാവാൻ ഭാഗ്യമുണ്ടാവില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി തള്ളിയ ഈ പുരുഷനോട് ലജ്ജാവിവശയായി അവൾ മന്ത്രിച്ചു അയാളൊരു അച്ഛനാകാൻ പോകുന്നുവെന്ന്. രവി, ഞാനിതെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും? ഡോക്ടർ അമ്മയോട് വിവരം സംസാരിക്കുമ്പോ മുറിക്ക് പുറത്തുനിന്ന് ഞാനെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. ഗേളി, നീ എന്റെ മോന്റെ ജീവിതം തൊലച്ചു. ഗേളിയോട് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അവൾക്ക് കിറുക്ക. അമ്മയ്ക്കും അത് തന്നെ. ഒന്നിനും കൊള്ളാത്തൊരു പുരുഷനെയാണ് കെട്ടിയിരിക്കുന്നെന്നുള്ള വിവരം അവളോട് നേരത്തെ പറഞ്ഞു കൊടുക്കായിരുന്നില്ല അമ്മേ. ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്. നിർബന്ധമില്ല. സ്വബുദ്ധിയില്ലാത്ത കുറെ പേരെ വിളിച്ചുകൂട്ടി വെറുതെ പ്രസംഗിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വളരെ ഗൌരവമുള്ളൊരു കാര്യം ഞാൻ രവിയോട് പറയുന്നു. എനിക്കിപ്പോൾ ഒന്നിലും ഗൌരവം കാണാൻ കഴിയില്ല. ഇതേവരെ എല്ലാം ഗൌരവമായി കണ്ടതാണ് എന്റെ തെറ്റ്. ഏതായാലും പറയാൻ തുടങ്ങിയതല്ലേ, പറഞ്ഞോളൂ. നീ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് പോണം. സന്തോഷം. എവിടെ പോയി കിടന്നു തൊലഞ്ഞാലും ഇനി ഒരിക്കലും ഇവിടെ വരാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതം. അയ്യോ, ഈ മഴയും ഇടിയുമുള്ള രാത്രിയിൽ ഇവൻ എങ്ങോട്ട് പോകാനാ? അതൊരു സുഖമുള്ള അനുഭവമായിരിക്കും. എങ്കിലിനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. ഒരപേക്ഷയുണ്ട്. എന്നൊരടിയും തന്ന് ഈ വീട്ടിൽ നിന്ന് ചവിട്ടി ഇറക്കണം. അച്ഛൻ ഞെട്ടുന്നത് കാണാൻ രസമുണ്ട്. ഇത് കാണുമ്പോ എനിക്ക് കുറെയൊക്കെ സമാധാനം ഉണ്ടാവുന്നു. അമ്മേ, ഞാൻ പോകുന്നു. ഗേളി, പ്രസവിച്ചു കഴിയുമ്പോ കുഞ്ഞിന് തെറ്റിദ്ധാരണകളൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. ഇപ്പൊ നീ എങ്ങോട്ട് പോവാനാ മോനെ? എന്റെ ആശ്വാസ സങ്കേതത്തിലേക്ക്. എന്നെ സ്നേഹിക്കുന്ന ഒരാത്മാവെങ്കിലും ഈ ഭൂമുഖത്തുണ്ട് എന്ന വിശ്വാസത്തിൽ ഞാൻ പോകുന്നു അമ്മേ. അച്ഛനോടൊരു അപേക്ഷയുണ്ട്. ജീവിതകാലം മുഴുവൻ ഒരു ഭ്രാന്താശുപത്രിയിൽ കഴിയാൻ തീരുമാനിച്ചിരിക്കുക. അച്ഛൻ പണം കൊടുത്തോളുവോ? സന്തോഷപൂർവ്വം. വളരെ നന്ദി. യാത്ര ചോദിക്കുന്നതിൽ എനിക്ക് വിശ്വാസമില്ല. എന്നാലും എല്ലാവരോടും യാത്ര ചോദിക്കുക. ആരും എന്നെ കാണാൻ വരരുത്. ആരും എന്നെ ഓർക്കുക പോലും ചെയ്യരുത്. കാരണം നിങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. രവി, രവി, എന്റെ മോനെ, എന്റെ മോനെ. രവി ഇവിടെ? എന്നെ ഇവിടെ ഒന്ന് അഡ്മിറ്റ് ചെയ്യൂ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഡോക്ടർ, ഞാനിവിടെ കഴിഞ്ഞോളാം. എല്ലാ മാസവും ബില്ല് അച്ഛന്റെ പേരിൽ അയച്ചു കൊടുത്താൽ മതി. ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ഞാനിവിടെ കിടന്നോട്ടെ. അതെന്തിനാണെന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. ഇവിടെ മാത്രമേ എനിക്കൊരു സമാധാനമുള്ളൂ, ആശ്വാസമുള്ളൂ. ദിവസവും മിനിമോളെ കാണാൻ കഴിഞ്ഞാൽ മാത്രം മതി. എനിക്ക് സന്തോഷം കിട്ടും. രവി, ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞില്ല. നിങ്ങൾ മിനിമോൾക്ക് അയച്ചിരുന്ന ചെറിയ ചെറിയ കത്തുകളെല്ലാം എന്റെ കയ്യിൽ കിട്ടി. അവളെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അതെന്താ? അവളെ കുറെ അധികം ദൂരെയുള്ള ഒരു നഴ്സറി സ്കൂളിൽ കൊണ്ട് ചേർത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് പോലും മാസത്തിൽ ഒരു ദിവസം മാത്രമേ അവളെ കാണാൻ പറ്റുകയുള്ളൂ.
അപ്പൊ മിനിമോൾ ഇവിടെ ഇല്ലേ? ഇല്ല. പിന്നെ എവിടെ ചെന്നാണ് എനിക്ക് അവളെ ഒന്ന് കാണാൻ കഴിയുക? സോറി, നിങ്ങൾ അവളെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നെനിക്ക് അപേക്ഷയുണ്ട്. പഠിത്തത്തിനിടയിൽ നിങ്ങൾ ചെന്ന് കാണുക എന്ന് പറഞ്ഞാൽ... ഓ, ശരിയാണ്. രവിക്ക് വേണമെങ്കിൽ ഇവിടെ കിടക്കാം. മിനിമോളില്ലാത്ത ഈ സാനിറ്റോറിയത്തിൽ കിടന്നിട്ട് എനിക്കെന്ത് കിട്ടാൻ? ഞാൻ പോകുന്നു ഡോക്ടർ. എങ്ങോട്ട്? അറിയില്ല. ഇനി വിശ്രമത്താവളങ്ങളില്ല, അത് മാത്രം എനിക്കറിയാം. വീട്ടിലേക്ക് പോകുന്നില്ലേ? വീടോ? ആ, പോട്ടെ. മിനിമോള് വരുമ്പോ അങ്ങയുടെ സ്നേഹം പറയണം. ഓൾ റൈറ്റ്. വീട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ച ആശ്വാസം തേടി ഒരു വഴിയാത്രക്കാരൻ ഇവിടെ വന്നിരുന്നുവെന്നും അതൊരു വിദൂര സ്വപ്നം മാത്രമാണെന്ന് മനസ്സിലായപ്പോ അയാൾ എങ്ങോട്ടോ പോയെന്നും പറഞ്ഞേക്കണേ. പറയാം. ഞാൻ പോകുന്നു ഡോക്ടർ. അകലെ അകലെ ആശ്വാസം യശശരീരനായ പ്രഗത്ഭ എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനുമായ പി പത്മരാജൻ എഴുതിയ നാടകത്തിന്റെ പുനരാവിഷ്കാരം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: രവി ജയറാം, ഡോക്ടർ വർമ്മ സുരേഷ് ഗോപി, അച്ഛൻ നെടുമുടി വേണു, അമ്മ ആനന്ദവല്ലി, ഗേളി ഭാഗ്യലക്ഷ്മി, വേണു GR നന്ദകുമാർ, നഴ്സ് അമ്പിളി, മിനിമോൾ ഗൌരി പി കൃഷ്ണ. സംഗീതം പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ്. സാങ്കേതിക സഹായം V. സുരേഷ് കുമാർ. സംവിധാന സഹായം M. നിസാമുദ്ദീൻ, VN ദീപ, അശ്വതി ബാലചന്ദ്രൻ. സംവിധാനം N. വാസുദേവ്.